കടുത്ത സമര പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ CJPയുടെ തീരുമാനം? നിലവിൽ ജന്തർ മന്ദറിലെ സ്ഥിതി എന്താണ്? മോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ജന്തർ മന്ദറിന്റെ സമീപത്തുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CJPയുടെ തീരുമാനം. ഏത് വിധേനയും ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിനായുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ പുതിയ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഡൽഹി പോലീസ് പ്രാധാന്യം നൽകുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇടവിട്ട് ജന്തർ മന്ദർ സന്ദർശിക്കുന്നുണ്ട്. ആ സന്ദർശനത്തിലുടനീളം ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ വലിയ സംഘർഷങ്ങൾ ഡൽഹിയിൽ നടന്നിരുന്നു. CJP പ്രവർത്തകരും പോലീസും തമ്മിൽ ജന്തർ മന്ദറിന് സമീപത്ത് വെച്ച് ഏറ്റുമുട്ടുകയും ആ സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്കും അതിൽ പരിക്കേറ്റിട്ടുണ്ട്. ടിയർ ഗ്യാസ് ഉൾപ്പെടെ പോലീസ് പ്രയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരുണ്ട് എന്നാണ് അഭിജിത് ദീപ്കെ ആരോപിക്കുന്നത്. അതിന്റെ പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സമാധാനപരമായി ജന്തർ മന്ദറിനകത്ത് സമരം ചെയ്യാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ആഹ്വാനം മറികടന്നുകൊണ്ട് ചിലർ സ്വന്തം നിലയ്ക്ക് സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ചിലയിടത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതൊന്നും CJPയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സോനം വാങ്ചുക്ക് പറഞ്ഞതുപോലെ തീർത്തും സമാധാനപരമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്തായാലും CJP ആഗ്രഹിക്കുന്നതെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നഗരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ എന്തായാലും പോലീസും ചെയ്യുന്നത്. മോദി ശരി, വിഷ്ണുപ്രസാദാണ് ജന്തർ മന്ദറിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.